ഹലോ, അപ്പൊ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാനായിട്ട് പോകാട്ടോ. ഒട്ടും സമയമില്ല, ഒട്ടും പറ്റില്ല എങ്കിലും വീഡിയോ എടുക്കുന്നതാണ്. എല്ലാവരും സഹകരിക്കണം. പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും മാർച്ച് 1 ഡോക്ടർ ഡേറ്റ് പറഞ്ഞിരുന്നത്. അപ്പൊ ഓരോ സ്കാനിങ് കഴിയും തോറും ഇതിന്റെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് ഡേറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 9ാം മസിൽ ചെക്കപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു സ്കാനിങ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു നാളെ നമ്മൾ PD ചെയ്യാനായിട്ട് ചെല്ലണം. അത് അഡ്മിറ്റ് ചെയ്താൽ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം, എന്നാലും ഇതിനകത്ത് ഈ സാധനങ്ങളൊക്കെ വേണം, കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് അത് മാത്രം പാക്കേജ് വീഡിയോ ആണ്. അഡ്മിറ്റ് ചെയ്തില്ല എങ്കിൽ ഫുൾ പാക്കേജിങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ആദ്യം തന്നെ വെള്ളമുണ്ട്, ഒരു 6 എണ്ണം ഞാൻ കഴുകിയിട്ടായിരുന്നു. ഞാനല്ല, വീട്ടിലുള്ളവർ കഴുകിയിട്ടായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു അത്രയൊന്നും വേണ്ട, ഇപ്പം കുറച്ചൊക്കെ 3-4 എണ്ണമൊക്കെ മതി പറഞ്ഞു. പിന്നെ ഞാൻ കഴുകി വെച്ചതിനകത്ത് ഒരു 4 എണ്ണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെച്ചു. പിന്നെ ഞാൻ വാങ്ങിയത് നൈറ്റി. ഓൾറെഡി എനിക്ക് ഇതുപോലത്തെ ഫ്ലോക്ക് നൈറ്റീസിന് കുറച്ചൊക്കെ ഫീഡിങ് ആണ്, 2-3 ഫീഡിങ്ങാ. പക്ഷെ എങ്കിലും ഞാൻ കുറച്ച് ലോങ് നൈറ്റീസ്, അതാ നൈറ്റീസ് ഫ്രണ്ടിൽ സിബുള്ള അല്ല ഹുക്കുള്ള ഒരു 3 നൈറ്റിയും അതിന്റെ കൂടെ ഒരു ഫ്രണ്ട് ഓപ്പൺ ലേബർ റൂമിലേക്കൊക്കെ വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ട് ഓപ്പൺ ഞാൻ വാങ്ങിച്ചു കേട്ടോ. പിന്നെ അണ്ടർ സ്കർട്ട്, പിന്നെ 2 ബെഡ്ഷീറ്റ്, പില്ലോ കവർ, 2 ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് കുഞ്ഞിനെ കിടത്താനോ അതല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബെഡിൽ വിരിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ബെഡ്ഷീറ്റ്, പിന്നെ 2 പില്ലോ എടുത്ത്. പിന്നെ എല്ലാവരും പറഞ്ഞ ലേബർ റൂമിൽ കയറുന്ന സമയത്ത് കയ്യിൽ ചോദിക്കും. നേരത്തെ ഡെലിവറി ഒക്കെ നടന്നിട്ടുള്ളവർ ഉണ്ടല്ലോ, അവർ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ കയ്യിൽ ചോദിക്കും എന്നാണ്. പക്ഷെ ഞാൻ അവിടെ ഡെലിവറിക്ക് നടക്കുന്ന പെണ്ണുങ്ങൾക്ക് നോർമൽ നൈറ്റിട്ടൊക്കെ നടക്കുന്നത് കണ്ടിട്ടുള്ളത്. ചെരുപ്പ് ഇച്ചിരി ടൈറ്റാ, അതിപ്പോ കാലിലൊക്കെ നീരുള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ലിപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ നിർവയാസൊക്കെയാണ് കേട്ടോ. ഞാൻ തോർത്ത് വാങ്ങിയിട്ടുണ്ട്. 2 തോർത്ത് വാങ്ങാൻ പറഞ്ഞാൽ നിമിഷം 3 തോർത്ത് മേടിച്ച് 3 ഇതിനകത്ത് മേടിച്ചേക്കാന്ന് വിചാരിച്ച്. ഇതിനകത്ത് ഒന്നും കുഞ്ഞിന്റെ സാധനമില്ല, പക്ഷെ കുഞ്ഞിന് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, അതും കൂടി കാണിക്കാം. പിന്നെ ഈ ഒരു ടർക്കി കേട്ടോ, എന്ന് വെച്ചാൽ പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് കുഞ്ഞിന് റിസീവിംഗ് പോലായിട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തൊരു ഐറ്റം കേട്ടോ. ഇതിവിടെ ചേട്ടൻ നമ്മളും മാത്രമേ കണ്ടിട്ടുള്ളൂ, ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ചിത്രമൊന്നും കേട്ടില്ല. ഷഡ്യൂൾ ഐറ്റം. അപ്പൊ ഇത് അതെന്തായാലും ഇതിന്റെ സൈഡിൽ ഇരിക്കട്ടെ. പിന്നെ അഡ്മിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 17-ാം തീയതി അഡ്മിറ്റ് ആകുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ചൊക്കെ സാധനങ്ങൾ വരും. അപ്പം അഡ്മിറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന്റെ ദിവസത്തിന് മുന്നിലുള്ള പാക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.